ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. യെശയ്യാ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവും അവൻ്റെ കഷ്ടപ്പാടുകളും ഒരു ഇളയ തൈയോട് ഉപമിച്ചിരിക്കുന്നു. വേർ മുളയ്ക്കുന്നത് ഒരു ചെടിയുടെ ജീവിതത്തിലെ പ്രാഥമിക ഘട്ടമാണ്. ഇളയ തൈ വളരെ ലോലമാണ്. ഈ ഘട്ടത്തിൽ അവയ്ക്ക് വലിയ പരിചരണം ആവശ്യമാണ്. അവർക്ക് ആവശ്യത്തിന് വെള്ളം നൽകണം. മറ്റെല്ലാ പ്രതികൂലത്തിൽ നിന്നും അവയെ സംരക്ഷിക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, അതായത് ദൈവം തന്നെ. എന്നിരുന്നാലും അവൻ ഈ വരണ്ട ബുദ്ധിമുട്ടുള്ളതുമായ ഈ ലോകത്തിലേക്ക് വന്നു. പശുത്തൊട്ടിയിൽ ജനിച്ച് ഒരു സാധാരണ മരപ്പണിക്കാരൻ്റെ വീട്ടിൽ വളർന്നു. നസ്രേത്ത് ഗ്രാമത്തിലാണ് കുട്ടിക്കാലം ചെലവഴിച്ചത്. അവിടെ നിന്ന് ഒരു വലിയ വ്യക്തിയും ഉയർന്നു വന്നിട്ടില്ല. അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാഹചര്യം നല്ലതായിരുന്നില്ല. അവിടെയുള്ള ആളുകൾ അക്രമാസക്തരും കൊലപാതകരുമാണ്. ഒരിക്കൽ അവിടെയുള്ളവർ യേശുവിനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. നഥനയേൽ ഫിലിപ്പോസിനോട് ഒരിക്കൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. അതെ, യേശു എന്തിനാണ് ഈ പരുക്കൻ പ്രദേശമായ നസ്രത്തിൽ വളർന്നത്? സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു സ്വർഗം വിട്ട് താണിറങ്ങി ഈ ഭൂമിയിൽ മനുഷ്യനായി ദാസ്യരൂപമെടുത്ത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരണം സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുന്നു, നിത്യജീവന് ഓഹരിക്കാരനാകുന്നു. ഇളയ തൈ പോലെ വന്ന് നമുക്ക് രക്ഷാമാർഗം തുറന്നു തന്ന അരുമനാഥനിൽ വിശ്വസിക്കാം, പാപക്ഷമ പ്രാപിക്കാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.